ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പഴംപൊരി മാറി നിൽക്കുന്ന അപാര ടേസ്റ്റിലുള്ള ഒരു ഈവനിങ് സ്നാക്സ് നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ? കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഹെൽത്തി സ്നാക്സ് കൂടെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇവരാണ് നമ്മുടെ ഇന്നത്തെ താരം, ക്യാരറ്റും മുട്ടയും. അപ്പം മുട്ടയും ക്യാരറ്റിൻ്റെയും ഗുണങ്ങളെപ്പറ്റി ഞാൻ പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലേ. എന്നാൽ പൊതുവെ കുഞ്ഞുമക്കൾ ഈ മുട്ടയും അല്ലെങ്കിൽ ക്യാരറ്റൊക്കെ കഴിക്കാൻ മടി കാണിക്കുന്നവരാണ്. ചിലർ കഴിക്കുകയും ചെയ്യും. ഇനി അങ്ങനെ ഉള്ളവരാണെങ്കിൽ തന്നെ ഇനി നമുക്ക് അടിപൊളി ടേസ്റ്റിൽ പഴംപൊരിയെ മാറ്റി നിർത്താൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഈ ക്യാരറ്റും കൊണ്ട് ഈ മുട്ടയും കൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ. ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റാണ്. അത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ക്യാരറ്റും കൂടെ ആയിരുന്നു കേട്ടോ. അതിന് വേണ്ടത് ഒരു മുട്ടയാണ്. എന്നിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് നടുവേ നമുക്ക് നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിത് അത്യാവശ്യം വലിയ ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനെ രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. തൊലിയൊക്കെ കളഞ്ഞ് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് സ്ലൈസ് ചെയ്തിട്ട് ഇത് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പം ആ ഒരു ഷേപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലാവും നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പം നമ്മുടെ ക്യാരറ്റ് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു പാൻ വെച്ചിട്ട് ആ പാനിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 ടീസ്പൂണോളം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അത് നല്ലതായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് 1 സ്പൂണോ എത്രയിലും നമ്മുടെ മധുരത്തിന് ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാരയും കൂടെ നല്ലപോലെ നമുക്കിതിൽ കിടന്നിട്ടൊന്ന് മെൽറ്റായി വരണം. ചെറുതായിട്ട്, ഒരുപാടങ്ങ് മെൽറ്റായി നമുക്ക് ഈ അങ്ങനെയല്ല, ജസ്റ്റ് നമ്മുടെ ബട്ടറും അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന നെയ്യുമായിട്ട് നമ്മുടെ ഇട്ട് കൊടുക്കുന്ന പഞ്ചസാര ഒന്ന് മെൽറ്റായി വരണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റ് ഓരോ പീസായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഞാനിത് ക്യാരറ്റ് ഇതിൽ നിന്ന് എടുത്ത് നമ്മൾ റെഡിയായി കഴിഞ്ഞിട്ട് മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ബട്ടറിനകത്ത് ഈ ഒരു പഞ്ചസാര മിക്സ് ചെയ്ത് വന്നപ്പോൾ തന്നെ ഭയങ്കര അപാര ടേസ്റ്റാണേ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഒട്ടും തന്നെ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുതേ. ക്യാരറ്റ് നമ്മൾ ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചൊന്നും ഇടണ്ട. നമുക്കൊരു 5 മിനിറ്റോളം മിനിമം ഒരു ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ഒരു സൈഡ് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് തിരിച്ച് മറിച്ച് 2 സൈഡും ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഒന്ന് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടൊന്ന് വാടി വഴന്ന പോലത്തെ ഫീലിലേക്ക് വരും. അപ്പോൾ അങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കാം. ഇപ്പോൾ ഞാൻ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് അത്യാവശ്യം നല്ലപോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ആറാൻ വേണ്ടി വെക്കുന്ന സമയത്ത് നമുക്ക് ഇതിന് വേണ്ട ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അപ്പം നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ പരന്ന ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. പ്ലേറ്റോ അല്ലെങ്കിൽ പരന്ന എന്തെങ്കിലും ഒരു പാത്രം കേട്ടോ. അപ്പം ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. നമ്മൾ ഹെൽത്തി ആയിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഇപ്പോൾ കൂടെ ഞാൻ എടുക്കുന്നത് നമ്മുടെ അരിപ്പൊടിയാണ് കേട്ടോ, ഒരു തരി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗോതമ്പും നമ്മുടെ അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ബാറ്ററിന് ഒരു പൊടിക്ക് മധുരം കിട്ടാൻ വേണ്ടി നമുക്കൊരല്പം പഞ്ചസാരം കൂടെ ചേർത്ത് കൊടുക്കും. അതുപോലെ തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറുത്ത എള്ളാണ്, അത് കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തു എന്നുള്ള ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു എഗ്ഗാണ് കേട്ടോ. ഒരു റൂം ടെമ്പറേച്ചറിലുള്ള ഒരു എഗ്ഗാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട്, അതായത് ഒരുപാട് വെള്ളം ഒഴിച്ച് നീട്ടണ്ട, ലൂസാക്കണ്ട, ഒരു തിക്ക് പരുവത്തിൽ, എന്നാൽ അത്ര ലൂസല്ല തിക്കും അല്ലാത്ത രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ. നമ്മുടെ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് മതി. ഇനിയിപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചത് പിന്നെ ഒരുപാട് ലൂസായിപ്പോവും. അപ്പോൾ ഇതൊരു കറക്റ്റ് തിക്ക് പരുവാണേ.
അപ്പോൾ ഇതാ നമ്മൾ വഴറ്റി വെച്ചിരുന്ന നമ്മുടെ ക്യാരറ്റ് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഇങ്ങനെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനൊന്ന് കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ പഴംപൊരിയൊക്കെ പൊരിക്കുന്ന പോലെ നമ്മുടെ ഈ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റ് നമ്മുടെ ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇത് എന്തുമാത്രം ഹെൽത്തി ആൻഡ് ടേസ്റ്റിയാണ് കേട്ടോ. എഗ്ഗും ഈ ക്യാരറ്റും അതുപോലെ തന്നെ നമ്മൾ മൈദയൊന്നും അല്ല ചേർത്തേക്കുന്നത്, വീറ്റും അരിപ്പൊടിയൊക്കെയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കണ്ട. അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് മുക്കി നമുക്ക് ഒരു സെറ്റ് ഇതിനകത്തോട്ട് കുറച്ച് നമ്മൾ ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മുടെ ഈ ബാറ്ററിലുള്ള നമ്മുടെ ക്യാരറ്റ് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2-3 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ പഴംപൊരിയൊക്കെ പോലെ തന്നെ ഏകദേശം ഷേപ്പിലും അതുപോലെ തന്നെ ആ ഒരു കൺസിസ്റ്റൻസിയിലുമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് പൊങ്ങിയൊക്കെ വരും കേട്ടോ. കണ്ടില്ല, നമ്മുടെ ആ ഒരു ബാറ്റർ ഒന്ന് കൊമളിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ടുള്ള ഒരു ഈവനിങ് ഹെൽത്തി സ്നാക്സ് ആണ്. അപ്പോൾ ഇതാ നമ്മൾക്ക് ഇങ്ങനെ ഓരോന്ന് ചുട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമുക്ക് കൂട്ടിയും കുറച്ചും എടുക്കാം. ഇനി മധുരം ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ മധുരം ഈ പഞ്ചസാര ചേർത്തത് ഒഴിവാക്കാം കേട്ടോ. അതൊക്കെ ഒഴിവാക്കാവുന്നതാണ്. ഇനി മൈദയാണ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഈ മൈദപ്പൊടി ചേർത്താൽ മതി, ഗോതമ്പൊടി ചേർക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ മൈദപ്പൊടി യൂസ് ചെയ്യാതെ ഗോതമ്പൊടി യൂസ് ചെയ്തതും. അതുപോലെ തന്നെ ആ ഒരു തരിപ്പ്, അതായത് എന്താ പറയുക, നമുക്ക് ആ ഒരു മുരുമുരുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് അരിപ്പൊടിയും കൂടെ ചേർത്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റി മറിച്ചൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കണ്ട. ദാ നമ്മുടെ ഇത് കണ്ടില്ലേ, നല്ല പൊങ്ങി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ക്യാരറ്റും മുട്ടയും വെച്ചിട്ടുള്ള നമ്മുടെ ഈസി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഒരു തവണയെങ്കിലും. അത്രയും ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.